എല്ലാവർക്കും നമസ്കാരം. ചെക്കി സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് നിർത്തിയതിൻ്റെ ബാക്കി ഭാഗമാണിത്. ഇത് ബാക്ക് പീസ് 2 ഫ്രണ്ട് പീസും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നല്ല മെറ്റീരിയലിൻ്റെ ഒപ്പം തന്നെയാണ് ഫ്രണ്ട് പീസിൻ്റെ നല്ല മെറ്റീരിയലും ഞാൻ ചേർത്തിടണം. നമ്മൾ ചുരിദാറിന് ഈ മോഡൽ ചെയ്തിട്ടില്ല, നമ്മുടെ വീഡിയോയിൽ ഇത് ചെയ്തിട്ടില്ല. അതാണ് നമുക്കിനി അടുത്തൊരു ചുരിദാർ ഈ രീതിക്ക് ചെയ്ത് കാണിക്കാം നല്ല വിശദമായിട്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഏത് ഭാഗമാണോ ചേർത്ത് വച്ചിരിക്കുന്നത് ആ ഭാഗങ്ങൾ രണ്ടും തുറന്ന് ഉള്ളിലേക്ക് വെക്കുക. ഇതും ഇങ്ങനെ ഇത് ബാക്ക് പീസ് ഇങ്ങനെ തുറന്ന് വെച്ചു. അതായത് ലൈനിങ് ഇപ്പുറത്തേക്കും നല്ല മെറ്റീരിയൽ അപ്പുറ സൈഡിലേക്കും ആയിട്ട് വെച്ചു. കണ്ടോ, ഇങ്ങനെ തുറന്ന് വെച്ചു. ഇനി ഇതും ഇങ്ങനെ തുറന്ന് ഇതിൻ്റെ മീതേക്ക് വയ്ക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന തയ്യൽ തുമ്പുണ്ടോ, ഇത് നമ്മുടെ ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പതിച്ച് പിടിച്ചേക്കുക. 2 ഭാഗത്തും, ബാക്കിലും ഫ്രണ്ടിലും. ഇത് ഈ ലൈനിങ്ങും ക്യാൻവാസും വെച്ച ഭാഗത്തേക്ക് പതിച്ച് പിടിക്കാം. പിന്നെ ഇതിൻ്റെ ഈ എൻഡുകളുണ്ടല്ലോ, ഈ യോജിപ്പിച്ചേക്കണ ഈ ഭാഗം രണ്ടും ഇങ്ങനെ ഒപ്പം വരത്തക്ക രീതിയിൽ ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. 2 സ്റ്റിച്ച് വെച്ച് ലോക്ക് ചെയ്ത് നിർത്തണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ മറിക്കാം. എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് മറിച്ചെടുക്കണം. ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഈ ടിഷ്യൂവിൻ്റെ തുണി ആയത് കാരണം ഇതിങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് എല്ലാ വശവും ഇവിടുന്ന് ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ക്യാൻവാസ് വെച്ചതും പുറത്തറിയണില്ല, നമ്മളുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചും പുറത്തറിയണില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ പതിച്ച് എല്ലാ വശവും പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ടക്ക് ഇടണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റിച്ച് ചെയ്തോ, ചുറ്റുപാടും സ്റ്റിച്ചൊക്കെ ചെയ്തപ്പോൾ ഇത് നമുക്ക് ഇത്രയും ബാക്ക്, ഇത് എവിടം വരെ ബാക്കാട്ടോ, ഈ സ്റ്റിച്ച് കാണുന്നില്ല. ഇത് ഇത്രയുമാണ് ഫ്രണ്ട് നെക്ക് വരുന്നത്, ഇത് ഇത്രയും ബാക്ക്. അപ്പോൾ ഇവിടെ ഒരു ഹുക്ക് വരും, ഇവിടെയും ഹുക്ക് വരും. കണ്ടോ. ഇനി നമുക്ക് ടക്കിടാം. ടക്കിടുമ്പോൾ ഇത് ഇങ്ങനെ ടക്കിടണം, ഈ വി ഇങ്ങനെ ടക്കിടണം, ഇതിലും ഇങ്ങനെ ടക്കിടണം, ഇവിടെ ഇങ്ങനെ. ഇതൊരു ചെറിയ വി, അതായത് നീളം, ഏറ്റവും നീളം കൂടിയ വി ഇതാണ്, ഏറ്റവും വീതി കൂടിയ വി ഇതാണ്. പിന്നെ ഇത് ഒരു സെൻറ്ററിൽ ഇടണം ടക്ക്. അങ്ങനെ 3 ടക്ക് നമുക്ക് ഇടണം. 3 എണ്ണമല്ല, ഇപ്പുറത്ത് 2 എണ്ണം കൂടി ഇട്ടിട്ട് നോക്കാം. ഞാൻ ഇവിടെ 3 ഭാഗത്തുമായിട്ടും ടക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. സാധാരണ ബ്ലൗസിന് ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഇത് 2 എണ്ണമാണ്. ഇതിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ അല്ലാത്തത് കാരണം ഇത് ഒറ്റ പീസിൽ വന്നേക്കുന്നേ. അപ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റും, ബെൽറ്റ് നമ്മൾ ബ്ലൗസിന് വയ്ക്കുമ്പോൾ 3 പീസായിരിക്കും. അങ്ങനെ 6 പീസിലാണ്, ഒരു ഭാഗത്ത് 3 പീസ് വന്നിട്ട് 6 പീസിലാണ് വരുന്നത്. ഇതിപ്പോൾ ഒറ്റ പീസിൽ നമുക്ക് 3 പീസായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് ബാക്ക് ഭാഗവും, ഇത് നടുക്ക് ലൈനിങ് പീസ് വരുമ്പോൾ എപ്പോഴും നടുക്കും, പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഒരു നല്ല ഭാഗം. അപ്പോൾ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ബാക്ക് നടുക്ക് വരുന്നത് ആദ്യം വെച്ചിട്ട് മുകളിൽ വരുന്ന ഭാഗം ഇതിൻ്റെ മീതെ വയ്ക്കുക. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്താലും ഇതേ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് ഇത് നമ്മൾ പുറകിൽ വരുന്ന ഈ ലൈനിങ്ങിൻ്റെ ഇവിടെ വരുന്നതാണ് ഈ നല്ല പീസിൽ നിന്ന് തന്നെയുള്ള ഇത് നമ്മൾ മറിച്ചാണ് വയ്ക്കേണ്ടത്. അതായത് ഇത് നല്ല ഭാഗമാണ്, ഇത് ചീത്ത വശമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് മറിച്ച് വെച്ചിട്ട്
നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതായത് ഈ തേര് ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയും ഇങ്ങനെ 3 ഷീറ്റായിട്ട് നമുക്കിത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിവർത്തി വയ്ക്കാം. നിവർത്തി വയ്ക്കുമ്പോൾ ഇത് നമുക്ക് അടിയിൽ വരേണ്ട ഭാഗമല്ലേ, അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഈ ഭാഗത്തോട് ടച്ച് ചെയ്തിരിക്കണം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകരുത്, അപ്പുറത്തേക്ക് മറിഞ്ഞു പോകരുത്. ഇങ്ങനെ ടച്ച് ചെയ്തിരുന്നിട്ട് നമ്മൾ ഇനി പതിച്ചടിക്കാൻ പോവുകയാണ്. അത് സ്റ്റിച്ച് വരേണ്ടത് ഈ പുറകിൽ പോകേണ്ട ഈ ബെൽറ്റിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ മീതെ കൂടി അരികത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് വരണം. ഇത് കണ്ടോ, ഇതിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ നല്ല മെറ്റീരിയലിൽ നിന്ന് തന്നെ ഈ ഭാഗം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലൈനിങ് വെക്കാം. പിന്നെ ഒരെണ്ണം ലൈനിങ്ങിൽ നിന്നും ഒരെണ്ണം നല്ല ഭാഗത്തുനിന്നുമാണ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു പീസ് നമ്മുടെ കയ്യിലുള്ള ഇതിന് ഇണങ്ങണ എന്തെങ്കിലും ഒരു കളറും വെച്ച് കൊടുക്കുക കേട്ടോ. മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണേ. ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സിംഗിൾ പീസായിരുന്നു വെച്ചെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ 2 പീസായിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ബെൽറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ പ്രിൻസസ് കട്ട് ചെയ്താലും ഭംഗിയാണ്. എനിക്ക് പ്രിൻസസ് കട്ടിനേലും ഇച്ചിരിയും കൂടി വൃത്തിയും ഭംഗിയും ഈ മോഡൽ ചെയ്തപ്പോൾ തോന്നിയായിരുന്നു. അപ്പോൾ നമ്മളൊരാൾക്ക് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ സ്വയം സ്റ്റിച്ച് ചെയ്തു ഇട്ടു. അപ്പോൾ നമുക്ക് വരുന്നൊരു തൃപ്തിയുണ്ട്. ഒരാളെ നമ്മൾ കാണുമ്പോഴും നമ്മൾ തന്നെ നമ്മളെ കാണുമ്പോഴും അതിനകത്തൊരു തൃപ്തിയുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ്. ഇപ്പോൾ ഇത് ബെൽറ്റ് ഇല്ലാതെ പ്രിൻസസ് കട്ടിൽ ചെയ്യാനും പറ്റും. ബെൽറ്റ് കൊണ്ട് നമുക്ക് പ്രിൻസസ് കട്ട് അല്ലാതെയും ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യണത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ പ്രിൻസസ് കട്ട് വേണമെന്നുള്ളവർക്ക് ഞാൻ പ്രിൻസസ് കട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ബെൽറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചീത്ത ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു ചീത്ത ഭാഗമല്ല, ഉള്ളിൽ പോകേണ്ട ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊടുക്കാം. ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിത് നല്ല ഭാഗത്ത് ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചു കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങണത്. പിന്നെ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ടക്കിട്ടില്ലേ, ടക്കിട്ടതിൻ്റെ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പ് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇപ്പുറത്തേക്ക്, അതായത് ഇത് സെൻറ്റർ ഭാഗമാണ്, ഇത് സെൻറ്റർ ഭാഗമല്ല, നമ്മുടെ സൈഡിലേക്ക് വരുന്ന ഭാഗത്തേക്ക് ഇത് ഇവിടെയും ഇവിടുത്തെ ടക്ക് അപ്പുറവശത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അത് മടക്കി വെച്ചാലാണ് ഇവിടെ ഒന്ന് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഇത് നല്ല ഭാഗമാണ്, ഇത് നല്ല ഭാഗമാണ്. ഈ നല്ല ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ വീട് ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഈ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. തുടങ്ങി ഇവിടെ കൊടുന്ന് നിർത്തി തിരിച്ചും അങ്ങോട്ടും കൊടുന്ന് ഇവിടെ തന്നെ കൊടുന്ന് നിർത്തേണ്ടതാണ്. നമ്മൾ ബെൽറ്റും വെച്ച് കഴിഞ്ഞു. നല്ലൊരു മുറുക്കുണ്ടാവും ഇവിടെ ഇങ്ങനെ. നമുക്കിനി സ്ലീവൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് വരുന്നത് ഈ രീതിക്കാണ്. ഞാൻ സ്കേർട്ടിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല, ചെറിയ പണിയല്ലേ ഉള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ രീതിക്കാണ്. ഇവിടെ ടക്കും വന്നിട്ടുണ്ട്.
ഉണ്ടോ, ഇവിടെ 3 ടക്കും വന്നിട്ടുണ്ട്. 2 സൈഡിലും ചെറിയ പഫ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ഈ രീതിക്ക് ഇരിക്കും. ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാവും, ബാക്കി ഇവിടെ ഒരു 4 ഹുക്കോളം ഇവിടെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളുവശം എങ്ങനെ ഇരിക്കും നോക്കാം. നെക്കിൻ്റെ ഭാഗത്താണെങ്കിലും നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഹെമ്മിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഷോൾഡർ ആണെങ്കിലും സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണില്ലാത്ത വിധമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഭാഗമാണെങ്കിലും ഈ മോഡലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.